ഞാൻ നിങ്ങൾക്ക് 1000 രൂപ തന്ന് സഹായിക്കുന്നു. ഞാനത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള 10,000 രൂപയുടെ ധനസഹായം മുടക്കാനുള്ള പണിയെടുക്കുന്നു. മാത്രമല്ല 1000 രൂപ നിങ്ങൾക്ക് തന്ന ഞാൻ അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് ഞാൻ താരമാകുന്നു. ഫലത്തിൽ ഞാൻ കാരണം നിങ്ങൾക്ക് നഷ്ടം 9,000 രൂപ. അഖിൽ മാരാർ എന്ന ത്രിവർണ വേഷമിട്ടിറങ്ങുന്ന നല്ല കറ കളഞ്ഞ 1-ാം നമ്പർ സംഘി ഇപ്പോൾ അതാണ് ചെയ്യുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആജീവനാന്ത ശത്രു പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാഴ് ജന്മം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തന്നെയാണ് മറ്റു പലരെ പോലെയും മൂപ്പരുടെ പ്രശ്നം. അതിലേക്ക് പണം കൊടുക്കുന്നവരെ മുടക്കാൻ തന്നെ കൊണ്ടാവും വിധം ശ്രമിക്കും മാരാര്. കക്ഷി 3 വീട് വെച്ചു കൊടുക്കുമെന്ന പ്രഖ്യാപനം നടത്തിയതിനൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഡയലോഗ് അടിച്ചത്. അതിനുശേഷം വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട് 3 അല്ല 4 വീട് നൽകുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ ഭാഗം ഒന്ന് കേൾക്കണം ആദ്യം. ഞാൻ ദുബായിലെ മന്നത്ത് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പനിയുടെ മുതലാളിയായ നമ്മുടെ ബോസായ പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, അഖിൽ പറഞ്ഞ ആ 3 വീടുകളും അദ്ദേഹം തന്നെ വെച്ച് നൽകാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിനു മുൻപ് തന്നെ ഞാൻ ഒരിക്കലും പുറത്ത് ആരുടെ കയ്യിൽ നിന്ന് ഒരു 5 പൈസ മേടിക്കാൻ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമല്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം തന്നെ ഈ 3 വീടുകളും നേരിട്ട് വെച്ച് നൽകാൻ തയ്യാറായി എന്നുള്ളൊരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. കേട്ടില്ലേ, വെച്ച് തള്ളിയ ആ 3 വീട് അവന്റെ വകയല്ലെന്ന്. ദുബായിലെ മന്നത്ത് ഇന്റർനാഷണൽ കമ്പനിയുടെ മുതലാളി ഉണ്ണി എന്നയാളുടെ വകയാണെന്ന്. അപ്പോൾ അഖിൽ മാരാരോ? അതും മൂപ്പര് തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം ഒരു വീട് കൂടി, അതായത് 3 എന്നുള്ളത് 4 ആക്കിക്കൊണ്ട് ഒരു വീട് പൂർണ്ണമായും എന്റെ തന്നെ ചിലവിൽ എന്റെ സമ്പാദ്യത്തിന്റെ ഒരു പങ്കെടുത്തുകൊണ്ട് ഞാൻ വെച്ച് നൽകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയാണ്. അതായത് ബിഗ് ബോസ് എന്ന പരിപാടിയിലൂടെ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ഈ മഹാന്റെ വക ഒരു വീട്. പക്ഷെ ആ വീട് വയനാട്ടിലല്ല കേട്ടോ, അഖിലിന്റെ നാട്ടിൽ. സ്വന്തം നാട് ഉപേക്ഷിച്ച് മാരാരുടെ നാട്ടിലേക്ക് വന്നാൽ അവിടെ മാരാരൊരു വീട് വെച്ച് നൽകുമെന്ന്. സ്വന്തം നാട് നമുക്ക് ഓരോരുത്തർക്കും പെറ്റമ്മയെ പോലെയാണ്. ആ പെറ്റമ്മയെ ഉപേക്ഷിച്ച് പോന്നാൽ ഞാനൊരു വീടുണ്ടാക്കി തരാം, അതും തൻ്റെ സ്വന്തം ചെലവിലെന്നാണ് മാരാരങ്ങ് വെച്ച് കാച്ചുന്നത്. ഈ കിണാപ്പന്റെ ഒരു തോന്നൽ ലോകത്ത് തന്നോളം വിവരമുള്ള വേറെ ആരുമില്ല എന്നാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത പലതും തനിക്കറിയാം എന്നാണ് മൂപ്പരുടെ ഒരു ഇത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാനാണ് പ്രതിപക്ഷ നേതാവായ VD സതീശൻ വരെ പറഞ്ഞത്. എന്നാൽ അഖിൽ മാരാർ വേറെ ഒരു എംബോക്കികളും പറയാത്ത മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും കൊടുക്കാം, പക്ഷെ അതൊരു പിടിച്ചുപറിക്കലോ ഭീഷണിപ്പെടുത്തലോ ആയി മാറരുത്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നുണ്ടെന്നല്ലേ? മാരാരെ, തൻ്റെ അച്ഛനും അമ്മയും മൈദമാവ് കുഴച്ചുണ്ടാക്കിയതല്ല തന്നെയെങ്കിൽ അതിനുള്ള ഒരു തെളിവെങ്കിലും ഹാജരാക്കണം. ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടാണോ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇവർ പണം വാങ്ങിക്കുന്നത്? കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിരവധി പേർ, സിനിമാ മേഖലയിലും മറ്റുമുള്ള സെലിബ്രിറ്റികളും വ്യാപാരികളും കോടിക്കണക്കിന് രൂപയാണ് ഇതിനോടകം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത്. അവരാരും ഈ വഷളനെ പോലെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് തള്ളിയിട്ടല്ല ഈ പണം കൊടുത്തത്. തനിക്ക് വിശ്വാസമില്ലെന്ന് നാഴികക്ക് 40 വട്ടം മാരാര് പാടി നടക്കുന്ന അതേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് അവർ കോടികൾ കൊടുത്തത്. കൊടുക്കുക മാത്രമല്ല, മറ്റുള്ളവരെ കൊണ്ട് കൊടുക്കാൻ പ്രേരിപ്പിക്കുക കൂടി ചെയ്തു അവർ. നീയോ കൊടുക്കാൻ താല്പര്യമുള്ള 10,000ങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആവുന്ന പണി ചെയ്യുന്നു. എന്നിട്ടോ പിറന്ന നാട് ഉപേക്ഷിച്ചു വന്നാൽ തൻ്റെ നാട്ടിൽ ഒരു വീട് വെച്ച് കൊടുക്കുമെന്ന് വീമ്പ് പറയുന്നു. ഉളുപ്പുണ്ടോ തനിക്ക്? എന്നാൽ മാരാര് കേട്ടോ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ദുരിതത്തിനിരയായ മുഴുവൻ കുടുംബങ്ങൾക്കും അവരുടെ നാട്ടിൽ തന്നെ, എങ്ങനെ അവരുടെ നാട്ടിൽ തന്നെ സുരക്ഷിതമായ ഇടം കണ്ടെത്തി ഒരു പുതിയ ടൗൺഷിപ്പ് ഉണ്ടാക്കുമെന്നാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്ത ഇങ്ങനെ: ചേർത്ത് പിടിക്കാൻ വയനാടിനെ, പുനരധിവാസത്തിന് ടൗൺഷിപ്പ്, സുരക്ഷിതമായ പ്രദേശം കണ്ടെത്തും, പുനരധിവാസം അതിവേഗം പൂർത്തിയാക്കും, വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ നടപടി, വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ സകലതും നഷ്ടമായവർക്കായി വിപുലമായ പുനരധിവാസ പാക്കേജ് തയ്യാറാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇല്ലാതായ ജനവാസ മേഖലയ്ക്ക് പകരം സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വലിയ അധ്വാനവും മികച്ച ആസൂത്രണവും അനിവാര്യമായ ഈ ഉദ്യമം അതിവേഗം പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച ഭരണതല ചർച്ചകൾ ആരംഭിച്ചു.
വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ നടപടികളെടുക്കും. ആവശ്യമായ സംവിധാനങ്ങൾ ഉടനടി ഏർപ്പെടുത്തും. അതിന് നേതൃത്വം നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി വയനാട്ടിലെത്തും. രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. പ്രതീക്ഷ കൈവിടാതെ പരമാവധി ജീവനുകൾ രക്ഷിക്കാനാണ് ശ്രമം. പലയിടത്തായി നിസ്സഹായമായി കുടുങ്ങിപ്പോയ എല്ലാവരെയും കണ്ടെത്തി സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത്. ജീവന്റെ അംശം ഉണ്ടെങ്കിൽ കണ്ടെത്താൻ സഹായിക്കുന്ന അത്യാധുനിക ഉപകരണങ്ങളായ ഹ്യൂമൻ റെസ്ക്യൂ റഡാർ അടക്കം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് പിന്നീട് നടത്തിയത്. 206 പേരെയാണ് കണ്ടെത്താനായത്. മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്താനായി ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ ഉടൻ എത്തും. തിരിച്ചറിയാൻ സാധിക്കാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തുകൾക്കാണുള്ളത്. മതപരമായി സംസ്കരിക്കണമെന്ന് ചിലർ ആവശ്യപ്പെട്ടു. അത് കണക്കിലെടുത്ത് സർവ്വമത പ്രാർത്ഥന നടത്താൻ പഞ്ചായത്തുകൾക്ക് മുൻകൈയെടുക്കാം. കോഴിക്കോട് വിലങ്ങാട് ചെറുതും വലുതുമായ 6ഓളം ഉരുൾപൊട്ടുകളുണ്ടായി. ജനങ്ങൾ വീടുകളിൽ നിന്നും മാറി താമസിച്ചതുകൊണ്ട് മാത്രമാണ് വലിയ ദുരന്തം ഒഴിവായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തങ്ങളാൽ കഴിയുന്ന ഏത് സഹായത്തിനും നിരവധി പേർ സജ്ജരാണ്. മനുഷ്യരാണ് നാം ഏവരും എന്ന സാഹോദര്യത്തിന്റെയും മാനവികതയുടെയും പതറാത്ത ബോധ്യമാണ് ഇന്ന് കേരളത്തിൽ മുഴങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് ആശ്വാസ ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധിയിൽ നിന്ന് കലക്ടർക്ക് 4 കോടി അനുവദിച്ചു. ദുരിതബാധിതർക്ക് സൗജന്യ റേഷൻ. മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ റേഷൻ കടകളിലെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ആഗസ്റ്റ് മാസത്തെ റേഷൻ സൗജന്യമായി നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.